ഇന്നുണ്ടല്ലോ ചെറിയൊരു അവയർനെസ് വീഡിയോ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതാ ഈ ഒരു സംഭവം നമ്മൾ ഈ ഇൻസ്റ്റ എന്നതിന് ഫേസ്ബുക്ക് എന്നതിന് എപ്പോൾ തോന്നാലും മെയിനായിട്ട് ഈ ഒരു വീഡിയോ എപ്പോഴും വന്ന് ഫ്രണ്ടിൽ കിടക്കുമായിരുന്നേ. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കെപ്പോഴും ഇങ്ങനെ കിച്ചണിൽ ഞാൻ എപ്പോഴും നിൽക്കുന്ന സമയത്ത് എൻ്റെ പുറം മൊത്തം ഇങ്ങനെ എപ്പോഴും നനയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും കൊള്ളാം, യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ആ ഒരു പേജിൽ നിന്ന് തന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡർ കൊടുത്തതായിരുന്നേ. സംഭവം ഒരു മറ്റേ DTDC വഴിയാണ് വന്നത്. കൊറിയർ അതിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 ദിവസത്തിനകം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സംഭവം ഞാൻ തുറന്നു നോക്കിയ സമയത്തെ അവർ ആ വീഡിയോയിൽ കാണിക്കുന്നതും നമുക്ക് ഈ കിട്ടിയ പ്രോഡക്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ കാണാൻ ആ ഒരു ഇതുപോലെയാണെന്നുണ്ടെങ്കിലും എന്ത് പറയാൻ ആ ഒരു ലുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അതുപോലെ തോന്നുമെങ്കിലും പക്ഷേ അതേ രീതിയേ അല്ലായിരുന്നു. അതിങ്ങനെ തറയിൽ നിന്നും അങ്ങനെ സ്റ്റിക്കായിട്ടൊന്നും നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് അവിടെ വെറുതെ ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. വെള്ളം അങ്ങനെ തെറിക്കൊന്നും ഉണ്ടായിരുന്നു. വെള്ളം അടിയിൽ കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് ലീക്കാവും കേട്ടോ. അത്രയ്ക്ക് ഇങ്ങനെ മോശം പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇവരെന്തിനിങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നതാണ് എനിക്കറിയാൻ പാടില്ല. 700 രൂപയാണ് ഞാൻ ഇങ്ങനെ ഒന്നാണ് ഞാൻ ഓർഡർ എടുത്തത്. പക്ഷേ ഒന്നിൻ്റെ കൂടെ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ് അവർ അതും കൂടെ ചേർത്ത് എനിക്ക് തന്നതേന്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒട്ടിച്ചൊക്കെ നോക്കുന്നതാണ്. പക്ഷേ അത് ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ. അത് ഇളകി തന്നെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള തറയിൽ വയ്ക്കുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് വെള്ളം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് ഇളകി അങ്ങ് പോകും. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. പുറത്തോട്ട് നല്ല രീതിയിൽ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടതും ഈ ഒരു പ്രോഡക്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നന്നായിട്ട് ഈസിയായിട്ട് ഇളകി പോകുന്നുണ്ട്. അങ്ങനെ ഒട്ടിയൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ റിട്ടേൺ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. പക്ഷെ റിട്ടേൺ ആക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര പറ്റിപ്പായിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട. പക്ഷേ ഞാൻ ഇൻസ്റ്റയിലേക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു, വലുതായിട്ട് അങ്ങനെ റീച്ച് ആയില്ല കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, റീച്ച് ആയിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോ. അപ്പം നമുക്ക് പറ്റിയ അബദ്ധത്തിന് മറ്റുള്ളവർക്ക് പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വാങ്ങിക്കാനും വീട്ടിലേക്ക് ആവശ്യത്തിനായിരിക്കും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പം നമ്മൾ റിട്ടേൺ പോളിസി കയ്യിൽ കാണിക്കും. പിന്നെ നമ്മൾ കൊടുക്കാൻ സമയത്ത് അതൊന്നും കാണില്ല. ഒന്നുകിൽ നമ്മൾ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് നല്ലത്. ഈ കാണുന്ന ചവർ വെബ്സൈറ്റിലൊന്ന് കയറി പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.